അപ്പോൾ ഞങ്ങളൊന്ന് മൂവാറ്റുപുഴയ്ക്കാട്ടെ എൻ്റെ വീട്ടിലേക്കാണ് നോമ്പറക്കാൻ പോകുന്നത്. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കാണിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തിയതാണ്. പിന്നെ അത് തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ അതിന് ചെരുപ്പ് ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ അതിന് ചെരുപ്പ് കാണിക്കാൻ നിർത്തിയേക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നെജായാണെങ്കിൽ ആപ്പിൾ കഴിക്കാൻ കേട്ടോ. പിന്നെ അവൻ ചെരുപ്പിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെരുപ്പിക്ക് എന്നെ കാണിച്ചു തന്നെ കേട്ടോ. അങ്ങനെ 1.5 മണിക്കൂർ യാത്രയൊക്കെ ഒടുവിൽ വീടെത്തിയിട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നൊരു 3:30 ഒക്കെ ആയത്തേലും കാക്ക് പുഴയിൽ കുളിക്കാനൊരു കൊതി തോന്നി. അങ്ങനെ ഞങ്ങൾ ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഒരു കടവുണ്ട്, ഞങ്ങൾ ഇന്ന് വന്നതാണ്. അവിടെ പോയി ഇന്ന് പോയ ദിവസം നല്ല വെള്ളം കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ പേടിക്കാണ്ട് ഇറക്കാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് വാപ്പായും മോനും കൂടി നല്ല ആർമാദിക്കലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ വെറുതെ നോക്കിയിരിക്കലായിരുന്നു. എനിക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ ഞങ്ങൾ വീട്ടിലാക്കിയിട്ടോ വന്നത്. അവളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളും ഇറങ്ങും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവളെ എടുത്തില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ അവർ രണ്ടുപേരും കൂടി പുഴയിൽ കിടന്ന് അർമാദിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞത് ഈ കയറാൻ നേരത്ത് അതിനാണെങ്കിൽ കയറാൻ തോന്നുന്നുണ്ടായില്ല കേട്ടോ. അവനാണെങ്കിൽ കിടന്ന് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് കരയിലായിരുന്നു. പിന്നെ ഞാൻ ഒന്നും കൂടി അവന് ആ സ്റ്റെപ്പിൻ്റെ അവിടെയുള്ള വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം നിർത്തിയിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെ അവനെ കയറ്റിയിട്ട് വന്നാലും അവൻ്റെ മോന്ത തെളിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ അത് ഞങ്ങളോട് തെറ്റി അവൻ പോണാട്ടി കാണുന്നത്. ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അവൻ തിരിഞ്ഞു നോക്കണ്ടായില്ല കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കാറിൻ്റെ അവിടെ കൈയും കെട്ടി മുഖം വീർപ്പിച്ച് നിൽക്കും കേട്ടോ. കുളിച്ച് കയറിയതപ്പേ അത്രയും മതി കുളിച്ചത്. പിന്നെ ഞങ്ങൾ അവനെ എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചു കേട്ടോ. നെജാനൊക്കെ കൂട്ടി ഒന്നും കൂടി വരാടാ, നീ വേഗം കാറിലേക്ക് കയറുന്നു പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച് പിള്ളേനെ കാറി കയറ്റി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പത്തിരിയും തരിക്കഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ സ്നാക്സ് ഒക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതേ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം റെഡിയാക്കി സെറ്റാക്കി എല്ലാം പൊരിച്ച് ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറന്നപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള തരത്തിൽ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.